അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ആര്യവേപ്പില മുറ്റത്തൊക്കെ പലർക്കും ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. ആര്യവേപ്പിലിൻ്റെ ഇലയും അതുപോലെ പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടല്ല കേട്ടോ, നമുക്കത് നല്ല ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് നമുക്ക് യൂസ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ആര്യവേപ്പില നാട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഓൾമോസ്റ്റ് ഉണ്ടാകാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. പനി വന്നാൽ നമ്മളൊന്ന് കുളിക്കുമ്പോൾ ആ ഒരു തിളച്ച വെള്ളത്തിലോട്ടൊക്കെ ഈ ഒരു ഇല ഇട്ടിട്ട് ആ ഒരു വെള്ളത്തിലായിരിക്കും കുളിക്കാറ്. പിന്നെ ചിക്കൻ പോക്സ് ഒക്കെ വരുമ്പോഴൊക്കെ ഈ ഒരു വെള്ളം പിന്നെ ത്തിൽ കുളിക്കലും പിന്നെ അതുപോലെ അത് അരച്ചിട്ട് മേലിൽ തേക്കലും അങ്ങനത്തെ കാണല്ലോ അല്ലേ പതിവ്. അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും കിട്ടുമൊന്നുമില്ല. 2-3 ദിവസം മുൻപ് റോളയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ദിവസമായി എനിക്ക് ഒരു ആര്യവേപ്പില കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. കാരണം മോൻക്ക് നല്ല മുഖത്ത് കുരുണ്ട്. അപ്പോൾ ആ ഒരു കുരുക്ക് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ ആര്യവേപ്പിലിൻ്റെ ഇലയും അതുപോലെ പൂവോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് സത്യത്തിൽ സന്തോഷമായി. കാരണം എല്ലിൻ്റെ കൂടെ ഒരുപാട് പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ അത് ചീത്താവാതിരിക്കാൻ ഞാൻ കുറച്ച് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാണ്ട് 3-ാമത്തെ ദിവസമാണ് ഞാൻ പറിച്ച് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എല്ലൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. കുറച്ച് എല്ലാം എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾ, നാടൻ മഞ്ഞളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിപ്പോൾ നാടൻ മഞ്ഞളല്ല, നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ്, അതിനെക്കൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അതിൻ്റെ വെള്ളവും നമുക്ക് വേണം, ഈ ഒരു വേസ്റ്റും വേണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഞാൻ പ്രസ് ചെയ്ത് പോക്കുന്നില്ല. അത് കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ടേക്കാണ് കേട്ടോ ആക്കിയത്. അത് നമ്മൾ ഉണ്ടാക്കാനുള്ള ഏത് പാത്രമാണ് ആ ഒരു പാത്രത്തിൽ തന്നെ അങ്ങനെ അരിച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വേസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യാണ്. ഇതാണ്ട് ഇനി ഇത് നേരെ നമുക്ക് ഇവിടെ കാണാം കുരുക്കളൊക്കെ ഉള്ളത്, അല്ലെ പാടുകളുള്ളത്, അടയാളങ്ങളുള്ളത്, അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഹാർഡാക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാതെ പതുക്കെ ഒന്നിങ്ങനെ പറ്റിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യുക. ഏകദേശം ഒരു 20 മിനിറ്റ്സ് അങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല. പിന്നെന്താണ്, സോപ്പ് ഇടാതെ വെറുതെ ഒന്ന് ചുമ്മാ അങ്ങനെ വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് ഒരുപാട് തവണ അത് യൂസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് കുറേ ദിവസം വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആര്യവേപ്പിലിൻ്റെ, ആ ഒരു വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, കാരണം ഇത് ഞാൻ പിന്നെ ഒരു 4 തവണ തേക്കുന്ന രീതിക്ക് കണക്കാക്കിയിട്ടാണ് ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലോട്ടേക്ക് പിന്നെന്താണ് ആ ഒരു വെള്ളവും ഈ ഒരു കോൺഫ്ലവറും മാത്രമാണ്. എന്നിട്ട് ആദ്യം ഒന്ന് കട്ട കൊത്താതെ അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരെ അടുപ്പത്തോട്ടേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ചെറിയ ചൂടിൽ വേണം അതൊന്ന് പിന്നെന്താണ് നമ്മൾ ഹലുവൊക്കെ ചെയ്യൂല ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കുക കേട്ടോ. നമ്മുടെ ഒക്കെ മുഖത്ത് കുരു അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴേ നമുക്കൊന്നും അത്ര ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ കുട്ടികളെ മുഖത്തൊക്കെ എന്തെങ്കിലും വരുമ്പോഴത്തേക്കിന് ശരിക്കും ടെൻഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതൊരു നാടൻ രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാകുക. ഇതൊക്കെ നമ്മുടെ വല്യമ്മമാരൊക്കെ പണ്ട് കാലങ്ങളായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാനിത് ചെയ്യുന്ന സമയത്ത് മോന് ഒരുപാട് കളിയൊക്കെ എന്നെ ചിരിക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് വല്യമ്മൻ്റെ അത് ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അന്നത്തെ ആൾക്കാർ ഡോക്ടർമാരല്ലെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിൽ അറിവ് കൂടുതലാണ് കേട്ടോ. നാടൻ രീതിക്ക് അത് നമുക്ക് 100% റിസൾട്ടുമാണ് തന്നിട്ടുള്ളത്. അപ്പോഴിതാണ്ട് ആ ഒരു പിന്നെ വെള്ളവും കോൺഫ്ലവറും എല്ലാം കൂടെ മിക്സ് കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഇതാണ്ട് നല്ലൊരു ക്രീമായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് ഒരു 4 ദിവസം ഒരു 3 ദിവസം അങ്ങനെ അപ്ലൈ ചെയ്യുമ്പം തന്നെ നമ്മുടെ അടയാളങ്ങളൊക്കെ പോകും, കുരുവൊക്കെ കുറേ കുറയും കേട്ടോ. ഇത് തേക്കുന്ന സമയത്ത് പിന്നെ ഫേസ് സോപ്പ് ഇട്ടിട്ട് കഴുകാത്തൊന്ന് ശ്രദ്ധിക്കുക. ചെറുപയർ പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ, അതിട്ടിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. അപ്പോഴേ നമുക്കതൊരു വലിയൊരു എഫക്റ്റ് ഉണ്ടാവില്ല. സോപ്പൊക്കെ ഇടുമ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ സ്കിന്ന് റഫായി പോകും. ഇത് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ചെറുപയർപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ശരിക്കും ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ഡബ്ബയിലാക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കാം. അതിപ്പോൾ എനിക്കൊരു 3-4 ദിവസത്തേക്ക് കണക്കാക്കിയതാണ് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇത് അത്ര ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും വേണമെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ അങ്ങനെ ഉണ്ടാക്കി വെക്കുക.
അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് കൈമേൽ ഇങ്ങനെ തേച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. മുഖത്തും അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. മുഖത്ത് ഇത് തേച്ചിട്ട് ഇങ്ങനെ ഒരുപാട് മസാജ് ചെയ്ത് കൊടുക്കേണ്ട, നോർമലി അങ്ങനെ തേച്ചിട്ട് എന്നിട്ട് കഴുകിയെടുക്കുക. ഒരു 10-15 മിനിറ്റ്സ്. അപ്പോൾ കൈമേൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോഴും കാണാം. നല്ലൊരു തിളക്കം തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെയൊക്കെ കൈ എന്നൊക്കെ പറയുന്നത് സോപ്പും ലിക്വിഡൊക്കെ ഒരുപാട് ഒരു ദിവസം ഉപയോഗിക്കുന്നതല്ലേ. കൈക്കല്ല സ്കിന്നിനൊരു ചുളിവൊക്കെ അങ്ങനെ ഉണ്ടാകുന്നത് പതിവാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തേക്കുന്ന സമയത്ത് ആ ഒരു ചുളിവൊക്കെ മാറുന്നുണ്ട്. നല്ലൊരു സ്മൂത്ത് സ്കിന്നായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്തിട്ട് അപ്പം മനസ്സിലാവും അതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം പിന്നെ ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ടേക്ക്, എല്ലാം മാത്രം ഇലയും പൂവും ബാക്കി അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മുറ്റത്ത് ആര്യവേപ്പിലിൻ്റെ മരം ഉള്ളവർ ഈ രീതിക്കൊന്നും ചെയ്യണ്ട കേട്ടോ. എനിക്കിതിപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഇല കിട്ടണേ കുറച്ച് അങ്ങോട്ട് കുറച്ച് ദൂരെ പോകണം. അപ്പോൾ കിട്ടിയ സമയത്ത് കുറച്ചധികം പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 3-4 ദിവസത്തേക്കുള്ള ക്രീമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഈ ഇല നമുക്ക് 2-3 മാസം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇല കിട്ടാത്ത ആൾക്കാർ കിട്ടുന്ന സമയത്ത് ഇതുപോലെ സൂക്ഷിച്ചെടുത്ത് വെക്കുക കേട്ടോ. ഇതേപോലെ അതിൻ്റെ ഫുള്ള് ഡ്രൈ ആണ്. നമ്മുടെ കൈമേൽ വെച്ചിട്ട് അതൊന്ന് പൊടിയുന്ന രീതി ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ കൈമേൽ നേരത്തെ തേച്ചിട്ടുള്ള ഒരു ക്രീം ഉണ്ടല്ലോ, ഏകദേശം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തന്നെ അതൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം. കഴുകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു തിളക്കം എന്താണെന്ന്. കാരണം ഇതിലേക്ക് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതാണ് നമ്മളിത് തയ്യാറാക്കിയത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഗ്ലോ കണ്ടില്ലേ, നല്ലൊരു തിളക്കമാണ് കേട്ടോ. നമ്മുടെയൊക്കെ കയ്യിൽ നിന്നൊക്കെ പറയുന്നത് ക്ലോറക്സും ലിക്വിഡും ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ക്ലീനാക്കലും, അതുകൊണ്ട് സ്കിന്നിനൊക്കെ ഒരു ചുളിവൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത് തേക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്ക് മാസത്തിലൊരു 1-2 തവണ കൈക്കും കാലിനൊക്കെ ഒന്ന് തേച്ച് കൊടുത്തോളൂ. പിന്നെ അതുപോലെ മുഖത്തൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. 2 കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴതിൻ്റെ ശരിക്കും മാറ്റം തന്നെയാണ്. ഒരു കൈയിൻ്റെ സ്കിന്നിന് കുറച്ച് ചുളിവുണ്ട്, മറ്റേതിന് ഒറ്റ ദിവസം തേച്ചിട്ടേ ഉള്ളൂ. അന്നപ്പോഴെന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം തേക്കുമ്പോൾ ശരിക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ്ട് എല്ലൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചൂടിൽ തന്നെ വീണ്ടും കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്നും പൊടിക്കേണ്ട, കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പൊടിച്ച് എടുത്ത് മാറ്റി വെക്കട്ടോ. നമുക്ക് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള ഡബ്ബയിലിട്ടിട്ട് അങ്ങനെ മാറ്റി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് പിന്നെ ഇതേപോലെ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ തൈരൊക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് തേക്കുമല്ലോ. ഇത് ഈ ഒരു ആര്യവേപ്പിലിൻ്റെ പൊടി 1 ടീസ്പൂണ് തൈര് അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അതും നല്ല ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയിട്ട് ചെയ്ത് നോക്കുക. എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയാണ്. ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ശരിക്കും നാച്ചുറലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. പിന്നെ ഇതുപോലെ ഡബ്ബയിലാക്കി വെക്കുന്ന സമയത്ത് ഡബ്ബ ശരിക്കും ഡ്രൈ ആവണേ, വെള്ളമുള്ളതിലൊന്നും ആക്കി വെക്കല്ലേ. അപ്പോൾ ബൈ.